നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് റവറൻ ഡോക്ടർ ജോഷി മയ്യാറ്റിലച്ഛനാണ്. അച്ഛാ, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നേതൃനിരയിൽ അച്ഛൻ തന്നെയുണ്ട്. ഇന്ന് വഞ്ചിസ്കോറിൽ നടന്ന ഒരു സമ്മേളനത്തിൽ എറണാകുളത്തിൻ്റെ MP ഹൈബീഡൻ ഒരു വൈദികനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. മുനമ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനായിട്ടൊരു വൈദികൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെയും ഹൈബീഡിനെതിരെയും വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, ഒരു ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയുന്നു. നിലവിൽ അച്ഛൻ്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഏകദേശം 1000-ലധികം ആളുകൾ ആ മുനമ്പം വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് അച്ഛൻ. അച്ഛൻ ഇങ്ങനെ ഹൈബിക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരു ഗൂഢാലോചന ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്, അല്ലെങ്കിൽ ആ രീതിയിലാണോ അതിനകത്ത് പോകുന്നത്? ഒരിക്കലുമില്ല. അത് വളരെ വ്യക്തമായിട്ടും വഖഫ് മുനമ്പം എന്നുള്ള പേരിലാണ് അത് ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യവും വ്യക്തമാണ്. ലക്ഷ്യം വഖഫ് പ്രശ്നത്തിൽ കുടുങ്ങി നിശ്ചലമായി പോയ അല്ലെങ്കിൽ പാരലൈസ്ഡായി പോയ ഒരു ജനതതി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നു വർഷങ്ങളായിട്ട്. അവരുടെ പ്രശ്നം സ്വാഭാവികമായിട്ടും ഇത്രയും നാളായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ മാർഗ്ഗമില്ല. പിന്നെ ഒരു കത്തോലിക്ക പുരോഹിതൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതോടൊപ്പം സത്യത്തിൽ ഇതേക്കുറിച്ച് പഠിക്കാൻ എനിക്ക് ഒരു പ്രത്യേക പ്രചോദനം കിട്ടി. അത് പഠിച്ചതോടുകൂടിയാണ് സത്യത്തിൽ ഇത് ഇങ്ങനെ നിശബ്ദനായിരിക്കുന്നത് ദൈവത്തിനെതിരെയുള്ള ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അച്ഛനെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദൈവത്തിനും ജനത്തിനും വേണ്ടി ഓർഡിനേഷൻ സ്വീകരിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു പ്രൊഫറ്റിക് പ്രീസ്റ്റ്ഹുഡാണ്, അല്ലാതെ കൾട്ടിക് പ്രീസ്റ്റ്ഹുഡ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്രൊഫറ്റിക് പ്രീസ്റ്റ്ഹുഡ് അത് എൻ്റെ അസ്തിത്വമാണ്, ഞാനാണ്. എൻ്റെ ജീവിതത്തിലെപ്പോഴും ഞാനത് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയും ഇതിനെ അവെയർനെസ് ജനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആരംഭിച്ച ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് വഖഫ് മുനമ്പം. അത് ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് 1800ഓളം പേര് വന്നു കയറി. 2 ഗ്രൂപ്പിലായിട്ട് ഭയങ്കര ആൾ വന്നു. അതോടുകൂടി പഠനങ്ങൾ നടന്നു. അതും പല തരത്തിലുള്ളവർ. അവിടെ നമുക്ക് അതിൽ പല ഗണത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയക്കാരെല്ലാവരും പലരുണ്ടായിരുന്നു. പിന്നെ വിവിധ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു, ഇൻഡിവിജ്വൽസ് ഉണ്ടായിരുന്നു, വിവിധ മതങ്ങളിൽപ്പെട്ടവരുണ്ടായിരുന്നു. എല്ലാവരും ഇതേക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് ശ്രമിച്ചത്. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പായിരുന്നു അത്. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ദീപിക പത്രത്തിൽ 2 ലേഖനം എഴുതി. ആ ലേഖനം കാര്യമായിട്ട് പരന്നതോടെയാണ് ഇതേക്കുറിച്ചുള്ളൊരു അവെയർനെസ് വന്നതും ഇത് പഠിക്കണം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് മനുഷ്യർ വളർന്നതും. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ അതിനുവേണ്ടി ഒത്തിരി മണിക്കൂറുകൾ ചിലവഴിച്ചു. പക്ഷേ അത് വളരെ ഗുണകരമായിട്ട് ഭവിച്ചു. അങ്ങനെ ദീപിക പത്രം എഡിറ്റോറിയൽ പേജിൽ തന്നെ അത് ഇടുകയും അതിൻ്റെ അവബോധം പരക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു സ്റ്റാർട്ടിങ്ങിന് ശേഷമാണ് പിന്നീട് ഈ ഗ്രൂപ്പ് കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനൊരു സംഗതി ആരംഭിക്കുന്നു. ഇതാണ് അതിൻ്റെ. പിന്നെ സ്വാഭാവികമായിട്ടും വഖഫ് ആക്റ്റാണ് ഈ മനുഷ്യരുടെ ദുരിതത്തിന് പിന്നിലുള്ള കാര്യമെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വഖഫ് ആക്റ്റിനെ തള്ളിപ്പറയേണ്ട ആവശ്യമില്ല എനിക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വഖഫ് ആക്റ്റിനോട് നിശബ്ദത പാലിച്ചുകൊണ്ട് എനിക്ക് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? അസാമാന്യ ബുദ്ധി പോരെ. ഇനി വഖഫ് ആക്റ്റിനെ ഞാൻ പഠിക്കുമ്പോഴും വഖഫ് ആക്റ്റിലെ ഈ ദോഷകരമായ ക്ലോസുകളെ മനസ്സിലാക്കുമ്പോഴും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായ ഇന്ത്യൻ മതേതരത്വത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ക്ലോസുകൾ എഴുതി വച്ചിരിക്കുന്ന കാണുമ്പോൾ ഇതാരുടെ ഉണ്ടാക്കിയെന്ന് ചോദിക്കില്ലേ? സ്വാഭാവികമായിട്ടും അതുണ്ടാക്കിയത് അന്വേഷിച്ച് പഠിച്ചു പോയപ്പോൾ കാര്യം ഇതാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റാണ് 1995 നരസിംഹറാവു ഗവൺമെൻറ് ഇലക്ഷന് തൊട്ട് മുമ്പ് ചെയ്തു വെച്ചൊരു പരിപാടിയാണ്. അതൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പറയേണ്ടി വന്നു. എനിക്ക് കോൺഗ്രസ് പാർട്ടിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല. ഇനി കോൺഗ്രസ് പാർട്ടിയോട് ഇക്കാര്യം പറയുമ്പോഴും കോൺഗ്രസ് പാർട്ടിയാണ് ഇത് ചെയ്തത്, ഇത് തികച്ചും മതേതരത്വ വിരുദ്ധമാണ്, ഒരു മതരാഷ്ട്ര ആശയമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, ശരിയത്ത് നിയമം സകല പൗരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയണ്ടേ? അല്ലാതെ ഇത് സത്യമല്ല. ഇത് അസത്യമാണെങ്കിൽ നിങ്ങൾ പറയേ. ഞാൻ പറഞ്ഞത് അസത്യമാണെങ്കിൽ നിങ്ങൾ പറയേ. ചെറായി മുനമ്പം ഭാഗത്ത് 350ഓളം കത്തോലിക്ക ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ, 100ഓളം ഹൈന്ദവരായിട്ടുള്ള മനുഷ്യർ,
അതുകൂടാതെ കുറേ പട്ടയങ്ങളുള്ള വേറെ പേര്. അപ്പോൾ ഇത്രയും പേര് ഒരു മുസ്ലിം മതത്തിൻ്റെ ശരീഅത്ത് നിയമത്തിൽ അധിഷ്ഠിതമായ സ്ഥാപിച്ച ഒരു ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ നിന്ന് കേഴുക. എന്തൊരു ഒരു മതരാഷ്ട്ര നിയമമാണ് നമ്മുടേത്. അങ്ങനെയല്ലല്ലോ. ഒരു മതരാഷ്ട്ര നിയമം ഇന്ത്യയിൽ നിന്നുണ്ടായി, അത് പാകിസ്ഥാനാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശാണ്. പക്ഷേ ഇന്ത്യ മതേതരമാണ്, ഇനിയും മതേതരം തന്നെയാണ്. അതുകൊണ്ട് മതേതരമായിട്ട് ഇന്ത്യ നിലകൊള്ളണം. സത്യത്തിൽ അതുകൊണ്ട് ഞാൻ ഈ വഖഫ് ആക്ട് പഠിച്ചതിലൂടെയും ആ നിയമനിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്തിയതിലൂടെയും ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഭാരതത്തിൻ്റെ മതേതരത്വത്തിന് വലിയ കോൺട്രിബ്യൂഷൻ നൽകി എന്നുള്ള വലിയ അഭിമാനത്തിലാണ് ഞാൻ. പൗരന്മാർ നമ്മുടെ നാടിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എന്നാണ്. പക്ഷേ ഇത്തരത്തിലേക്ക് കൊണ്ടുവന്ന രാഷ്ട്രീയക്കാർ, നേതാക്കൾ, അവർ ഈ നാടിൻ്റെ ഗുണഭോക്താക്കളാണ്. പക്ഷേ ഈ നാടിനോട് കൂറുള്ളവരാണോ എന്നൊരു ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വരുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കും. ഇനി അടുത്തത്, ഈ ഒരു കാര്യത്തിൽ സ്ഥലം MP ആയ, എറണാകുളം MP ആയ ശ്രീ ഹൈബി ഈഡൻ എന്തു നിലപാടെടുത്തു എന്നും ഞാൻ അന്വേഷിച്ച് പഠിച്ചു. അവിടെയാണ് ഹൈബി ഈഡനെ നേരിട്ട് വിളിച്ച് നേരിട്ട് വീഡിയോയിലൂടെ പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നത്. കാരണം എനിക്ക് വ്യക്തമായിരുന്നു അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹത്തോട് അതുപോലെ പരസ്യമായി നിന്ന് പറഞ്ഞാലേ ഈ വിഷയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വരൂ എന്നെനിക്കറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം എടുക്കുന്ന ആ ഇരട്ടത്താപ്പ്, കാരണം വീഡിയോസ് 2 അതിന് മുമ്പ് ഇറങ്ങിയിരുന്നു. നിഗൂഢ ശക്തികൾ എന്ന് ഇലക്ഷൻ കാലത്ത് വിളിച്ച അദ്ദേഹം തന്നെ പിന്നീട് ഭേദഗതിക്ക് വേണ്ടിയുള്ളൊരു നിലപാടെടുക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഭേദഗതിക്ക് വേണ്ടി അദ്ദേഹം നിലകൊള്ളില്ല, എന്നാൽ ഇവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യും. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ കത്ത് പുറത്തു വരുന്നത്. ആ കത്ത് ശ്രദ്ധാപൂർവം വായിക്കുന്ന സാമാന്യബോധമുള്ള ആർക്കും അതിലെ കോൺട്രഡിക്ഷൻസ് മനസ്സിലാവും. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഒരു വരാലിൻ്റെ രീതിയിൽ ഒരു പൊളിറ്റീഷ്യൻസ് കളിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കത്താണത്. അത് ഒരു സ്റ്റഡിക്കുള്ളൊരു സ്പെസിമെനാണത്. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം പിന്നീട് അതിലെ ഓരോ ക്ലോസും വിശകലനം ചെയ്ത് ഞാൻ സംസാരിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, അപൂർവം കേസാണ് ചെറായിലേത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയൊരു നുണ ഈ സമൂഹത്തോട് പറയുകയായിരുന്നു ആ കത്തിലൂടെ. ആ നുണയെ പൊളിച്ചു കാട്ടേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇന്ത്യൻ പൗരനല്ലേ. ഇന്ത്യൻ പൗരനായ എനിക്ക് ഇവിടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളോട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഞാനത് ചെയ്തു, കൃത്യമായിട്ട് ചെയ്തു. ഇവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെല്ലാവരും അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ നേരെ ചൊല്ലി പോകുന്നേ. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിമയാകുന്നതാണ് പ്രശ്നം. BJPയുടെ അടിമ, കോൺഗ്രസിൻ്റെ അടിമ, CPMൻ്റെ അടിമ. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അടിമയായ ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു പൗരനായി, ഇന്ത്യൻ പൗരനായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് പാർട്ടികളോടെല്ലാം ഈ ചിലർ സമദൂര സിദ്ധാന്തമൊക്കെ പറയും, പക്ഷെ അത് പറച്ചില്ലേ ഉള്ളൂ. ഇങ്ങനെ ഒട്ടി നിന്നിട്ടാണ് സമദൂര സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് എടുത്ത നിലപാടുകൾ നമുക്ക് മനസ്സിലാവും. ചില പ്രസ്ഥാനങ്ങൾ, കൂട്ടരൊക്കെ സമദൂര സിദ്ധാന്തം പറയുന്നവരെ എങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നു, ഒരു പാർട്ടിയെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ വ്യക്തമായിട്ട് കാണാവുന്നേ ഉള്ളൂ. അതൊക്കെ പച്ചയായിട്ട് മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് ശ്രീ ഹൈബി ഈഡൻ്റെ മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നു. നിങ്ങൾക്കറിയാമല്ലോ, അത് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞാണ് വഖഫ് ബോർഡിന് ഇതിൽ ഒരു റോളുമില്ല. അതിലൂടെ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? രേഖകളൊക്കെ വഖഫ് ബോർഡ് കേസ് കൊടുത്തതൊക്കെ കോടതിയിലിരിക്കുന്നു. വഖഫ് ബോർഡ് പറഞ്ഞിട്ട് നമ്മുടെ വില്ലേജ് ഓഫീസുകളുടെ രേഖകളിലെല്ലാം ഇത് വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. വഖഫ് ബോർഡിൻ്റെ വസ്തു ലിസ്റ്റിൽ ഇത് എഴുതി ചേർത്തിരിക്കുന്നു. അപ്പോൾ വഖഫ് ബോർഡിന് ഇതിനൊരു റോളുമില്ല എന്ന് MP എങ്ങനെ പറയും? അപ്പം അതുകൊണ്ട് അദ്ദേഹം ജനത്തോട് പച്ചക്കള്ളം പറഞ്ഞു. എറണാകുളം ലോകസഭാ മണ്ഡലത്തിൻ്റെ MP ജനത്തോട് പച്ചക്കള്ളം പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഇനി അതിൽ തന്നെയും പറയുന്നുണ്ട് ഇത് ഭേദഗതി വരുത്തണം, അത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ജനത്തോട് ഒരെണ്ണം പറയുക, മീഡിയയോട് വേറൊരെണ്ണം പറയുക, പാർലമെൻറ്റിൽ ലെജിസ്ലേറ്റീവിൽ വേറൊന്ന് പറയുക, അത് തീർച്ചയായിട്ടും ഒരു സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേർന്ന കാര്യമല്ല. അതുകൊണ്ട് അത് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. ഞാനതുകൊണ്ടാണ് വളരെ വ്യക്തമായി പല കുറിപ്പുകൾ എഴുതി. എൻ്റെ കുറിപ്പുകളെല്ലാം നിങ്ങളെടുത്ത് നോക്കൂ. ഞാൻ ഇറക്കിയ വീഡിയോസ് എല്ലാം നിങ്ങൾ കേട്ട് നോക്കൂ. എൻ്റെ ഓഡിയോസ് എല്ലാം കേട്ട് നോക്കൂ. മാറ്റർ ഓഫ് ഫാക്റ്റാണ്, പഠിച്ച് തന്നെ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഞാനൊരു അക്കഡമീഷ്യനാണ്.
നിങ്ങൾക്ക് എന്നെ ഖണ്ഡിക്കണമെങ്കിൽ അതിൻ്റെ ഓരോന്നും എടുത്ത് നിങ്ങൾ ഖണ്ഡിക്കൂ. ശ്രീ ഹൈബി ഈഡൻ എം പിക്ക് ഞാൻ എഴുതിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയട്ടെ. അല്ലാതെ വെറുതെ സംഖ്യയാണെന്നോ ഒരു വൈദികൻ അത് ചെയ്തു എന്നോ ഇത് ചെയ്തു എന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ജനം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇന്ന് അത്രയും ആളുകൾ അവിടെ വന്നു. മനുഷ്യരുടെ മനസ്സിലിത് ശക്തമായിരിക്കുകയാണ്. എൻ്റെ ഇന്ത്യ, ദി ഐഡിയ ഓഫ് ഇന്ത്യ. നോക്കണം, രാഹുൽ ഗാന്ധി നിരന്തരം പറയുന്നതാണ് ദി ഐഡിയ ഓഫ് ഇന്ത്യ. ആ ഐഡിയ ഓഫ് ഇന്ത്യക്ക് നിരക്കാത്ത രീതിയിലുള്ള ലെജിസ്ലേഷന് എങ്ങനെയാണ് കോൺഗ്രസ്സിന് ധൈര്യം വന്നത്? അപ്പം അതുകൊണ്ട് ഇത് ഇന്ത്യ മതേതര രാഷ്ട്രമാണ്. ഇതൊരു മതരാഷ്ട്രത്തിൻ്റെ കെട്ടുമട്ടിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് ഒരു രാഷ്ട്രീയ ശക്തികളെ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ശ്രീമാൻ ഹൈബി ഈഡനോട് എനിക്ക് നന്ദിയുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇന്നലെ അദ്ദേഹം ഇറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വളരെ വ്യക്തമായൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹം പറയാത്ത കാര്യമാണ്, ഇതുവരെ കോൺഗ്രസ് പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എതിർപ്പുള്ളത് നിലവിലുള്ള രൂപത്തിലുള്ള ഭേദഗതിയോടാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സുന്ദരമാണ്. ഞാൻ കയ്യടിച്ച് ആ സ്റ്റേറ്റ്മെൻറ്റ് സ്വീകരിക്കുകയാണ്. അതായത് ശ്രീമാൻ ഹൈബി ഈഡന് വ്യക്തമായിട്ടറിയാം ഭേദഗതി ആവശ്യമാണ്. മോദി സർക്കാർ കൊണ്ടുവരുന്നത് പോലുള്ള ഭേദഗതി അല്ല ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് ഞാൻ ശ്രീമാൻ ഹൈബി ഈഡനോടും കോൺഗ്രസ് നേതൃത്വത്തോടും ഇന്ത്യ മുന്നണിയോടും ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഭേദഗതിക്കുള്ള ബദൽ രേഖ അവതരിപ്പിക്കൂ. ഇപ്പോഴുള്ള ഇത്രയ്ക്ക് ദോഷകരമായ നാശകരമായ ഈ വഖഫ് ആക്ടിൻ്റെ 95 വഖഫ് ആക്റ്റും 2013 വഖഫ് ആക്ട് അമെൻമെൻറ്റും കൃത്യമായ രീതിയിൽ തിരുത്താൻ കഴിയുന്ന രീതിയിൽ, ഭേദഗതി വരുത്താൻ കഴിയുന്ന രീതിയിൽ വളരെ നല്ല വിധത്തിലുള്ള ഒരു നിങ്ങളുടേതായ ഭേദഗതി ബദൽ രേഖ നിങ്ങൾ എത്രയും വേഗം അവതരിപ്പിക്കണം. മോദിയുടെ ആഗ്രഹങ്ങളല്ല നടക്കേണ്ടത്. BJP സർക്കാരിന് എപ്പോഴും വർഗീയമായ താല്പര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ ഒരു നിയമനിർമ്മാണം നടത്തിയത് നിങ്ങളുടെ വർഗീയ താല്പര്യം കൊണ്ടാണെന്നും നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാം. അപ്പം അതുകൊണ്ട് വർഗീയതയിൽ നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഗീയത ഇല്ലാത്തൊരു പാർട്ടി ഏതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആർക്കാണ് ഇവിടെ വർഗീയത ഇല്ലാത്തതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ വർഗീയരാക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക്. പക്ഷേ ഓർക്കുക, മുകളിൽ ദൈവമുണ്ട്, ചുറ്റും മനുഷ്യരുമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് അവിടുത്തെ ആ ഒരു യോഗം എത്ര സുന്ദരമായിരുന്നു. ജനം എത്ര ആവേശത്തോടെയാണ് വന്നത്. അവിടെ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ കേട്ടില്ലേ? മതേതരം 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 ഭാരതം. മതരാഷ്ട്രമാകണ്ട എന്ന് ജനം വിളിച്ചു പറയുകയാണ്. ഇതിനെയാണോ നിങ്ങൾ മതസ്പർദ്ധ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പേടിച്ചിരുന്നത്? അങ്ങനെയാണോ? എത്ര സുന്ദരമായിട്ടാണ്. നോക്കണം, ക്രൈസ്തവരുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ത്രിത്വൈക ദൈവത്തിൽ ജീവിക്കുന്നവരാണ്, വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർക്ക് എല്ലാവരോടും ചേർന്ന് ഒന്നിച്ചു പോകാൻ എളുപ്പമുള്ളത്. കാരണം ട്രിനിറ്റേറിയൻ ഗോഡ് കൺസെപ്റ്റ് ഈസ് ഇൻക്ലൂസീവ് ഗോഡ് കൺസെപ്റ്റ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഗോഡ് കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവർ എവിടെ ജീവിച്ചാലും ക്രൈസ്തവർക്ക് എല്ലാവരുമായിട്ട് ഒന്നിച്ച് സ്നേഹത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ ആരുടെയും പുറത്ത് മെക്കിട്ട് കയറാതെ ജീവിക്കാൻ കഴിയുന്നത് ആ ഗോഡ് കൺസെപ്റ്റിൻ്റെ മെച്ചം കൊണ്ടാണ്. യു ആർ വാട്ട് യു ബിലീവ് ഇൻ. നീ വിശ്വസിക്കുന്ന ദൈവസങ്കല്പം എന്തോ ആ ദൈവസങ്കല്പം തന്നെയായിരിക്കും നീയും, നിൻ്റെ ശൈലികളും നിൻ്റെ രീതികളും. അതുകൊണ്ട് നോക്കൂ, എത്ര സുന്ദരമായിട്ടാണ് ഇന്നത്തെ യോഗം മുന്നോട്ട് പോയത്. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതിൽ പങ്കെടുത്തത് അത്യുജ്വല വിജയമാക്കി മാറ്റിയ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഇതിനുവേണ്ടി വഖഫ് മുനമ്പം ഗ്രൂപ്പിൽ അംഗങ്ങളായി ഒത്തിരിയേറെ പേര് നല്ല തോട്ട്സ് ഷെയർ ചെയ്തു. ഒത്തിരി പേര് അതിനുവേണ്ടി 50ഓളം പേര് അതിൻ്റെ കണ്ടൻറ് റൈറ്റിങ്, റീൽസ് മേക്കിങ്, പോസ്റ്റർ മേക്കിങ്, ഇങ്ങനെ പല രീതികളിൽ വന്നു. സുന്ദരമായ കവിതകൾ പുറത്തിറങ്ങി, അതിസുന്ദരമായ റീൽസ് ഇറങ്ങി. എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന്. ദൈവമുണ്ട്, ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് ചെറായി മുനമ്പം ജനതയോട് എനിക്ക് പറയാനുള്ളത്, ഗോഡ് ഈസ് വിത്ത് യു. ധൈര്യമായിട്ടിരിക്കുക. പക്ഷേ രാഷ്ട്രീയക്കാരെക്കുറിച്ച് ജാഗ്രത പുലർത്തണേ. ഈശോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സർപ്പത്തെപ്പോലെ വിവേകികളും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കുവിൻ. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാം സംഘടിപ്പിച്ചത് KLCA, ചെറായി
മുനമ്പം ഭൂസംരക്ഷണ സമിതി, കോട്ടപ്പുറം രൂപത, ഇതെല്ലാം ചേർന്നിട്ടാണ്. പിന്നെ ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു വന്നു. SNDP വന്നു, വേട്ടുവ സമുദായത്തിൽ നിന്നുണ്ടായിരുന്നു, കുടുംബ യോഗത്തിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ പല വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒന്നിച്ചു വന്ന് മഹാവിജയം, കൂട്ടായ്മയുടെ മഹാവിജയമാണ് ഇന്ന് കണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞ ജാഗ്രത തുടർന്നും പുലർത്തണമേ. കാരണം കള്ളക്കളി കളിക്കാൻ അറിയാവുന്നവർ പിന്നിൽ ഉണ്ട്. ജാഗ്രത പുലർത്തുക. ദൈവത്തിന് നന്ദി. ഒരു കാര്യം കൂടി വെച്ചാൽ, ഇന്ന് നടന്ന ഈ ഒരു സമരം എന്ന് പറയുന്നത് ശ്രദ്ധ ക്ഷണിക്കൽ സമരം മാത്രമാണ്. ഇനിയും ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള ഈ ഒരു സമരത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു ചെറായി മുനമ്പംകാരുടെ ഈ ആശങ്കയിലുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ എങ്ങനെയാണ്, ശുഭപ്രതീക്ഷയുണ്ടോ? ഉടനെ അവർക്കൊരു നീതി ലഭിക്കും എന്ന് അച്ഛന് പ്രതീക്ഷയുണ്ടോ? ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു സമവായം, എന്താണ് സമവായം? അതായത് വഖഫ് പ്രോപ്പർട്ടി അല്ല ചെറായി മുനമ്പം എന്നുള്ള പറച്ചിൽ ഒഫീഷ്യലായി ഇതുവരെ ആരും രേഖാമൂലം പറയുകയോ പബ്ലിക്കായി ആരും വന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അത് പറയേണ്ടത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടവരാണ്. അവർ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളും പ്രസ് മീറ്റിങ്ങൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് പിടിച്ചെടുക്കാനായിട്ട് ഉള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞ സംഗതിയെ റെക്കോർഡിക്കലായിട്ട് ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴുള്ള ഈ സംഗതി മനുഷ്യരുടെ ആവേശത്തെ തണുപ്പിക്കാനുള്ളൊരു സൂത്രമാണോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട്. അത് ഞാൻ വഖഫ് മുനമ്പം ഗ്രൂപ്പിൽ കൃത്യമായി പറഞ്ഞിരുന്നു. അതിന് എല്ലാ സാധ്യതയുണ്ട്. കള്ളക്കളി അറിയാവുന്നവർ ഉണ്ട്, അവർ അങ്ങനെയുള്ള കളികളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ജാഗ്രത, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജാഗ്രത പുലർത്തണം. ഏതായാലും ഇന്നത്തെ മീറ്റിങ്ങിൽ അവിടുത്തെ വികാരിയച്ഛൻ എത്ര സുന്ദരമായിട്ട് കറക്റ്റ് ആ വിഷയം, ഞാൻ ആ വികാരിയച്ഛനെ അഭിനന്ദിക്കുകയാണ്, ഒരു ഫാദർ ആൻ്റണി, അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം കാണിച്ച ആത്മാർത്ഥത, അദ്ദേഹം കാണിച്ച ആ സത്യസന്ധത, അദ്ദേഹം വളരെ എത്ര സുന്ദരമായ ഭാഷയിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെച്ചത് എന്ന് മാത്രമല്ല, അവിടെ ഭൂസംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്ന് സംസാരിച്ച സെബാസ്റ്റ്യൻ റോക്കി, അതുപോലെ ജോസഫ് ബെന്നി എന്ന് പറയുന്ന ആൾ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് 6 മാസത്തെ ഒരു അൾട്ടിമേറ്റമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും തന്നെ പറഞ്ഞേക്കണേ. അത് മുനമ്പംകാരുടെ പ്രത്യാഘാതം അല്ലത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖം മാറിമറിയാൻ എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ്. കാരണം എന്താ കോക്കാച്ചി വന്നെ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റിയതൊന്നും ഇപ്പം ഇല്ല. എല്ലാം കോക്കാച്ചികളാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഏതെങ്കിലും പാർട്ടിയെയോ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ദാ വലിയ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നിന്ന് ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ കാണിച്ച പ്രശ്നങ്ങളൊക്കെയോ? ഞങ്ങളിപ്പോൾ ഈ ഗതികേടിലായിരിക്കുന്നത് നിങ്ങൾ കാണിച്ച പ്രശ്നം മൂലമല്ലേ എന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കും. അതുകൊണ്ട് ആ പറഞ്ഞൊരു കാര്യം വളരെ സത്യമാണ്. ബഹുമാനപ്പെട്ട MP-യും അതുപോലെ തന്നെ വഖഫ് ബോർഡും ഒക്കെ ഇനിയും ഒരു കമ്മീഷൻ വെക്കണമെന്നൊക്കെ ഇതിനിടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു. പുച്ഛിച്ച് തള്ളുകയാണ് അത്തരം പ്രസ്താവനകളെ. ആര് പറഞ്ഞാലും എവിടെ നിന്ന് പറഞ്ഞാലും അതിനെ പുച്ഛിച്ച് തള്ളുകയാണ്. ഇത്രയും നാളും ആ ജനം കഷ്ടപ്പെട്ടിട്ട് ഇനിയും അവരെ നരയിപ്പിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളൊക്കെ ഏത് മനുഷ്യരാണ്? എവിടെ നിന്നാണ് നിങ്ങൾ വന്നേക്കണത്? വല്ലവരും പറയുന്നത് കേട്ട് അതുപോലെ തന്നെ മീഡിയയിൽ വന്ന് പറയുന്നത് അത് അബദ്ധമാണ്, ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഗൗരവമുള്ള ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലിരിക്കുന്നവർ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പം അതുകൊണ്ട് ഈ 1 വർഷം അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ ഇനിയും വെക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയുന്നു, ഈ 6 മാസത്തിനുള്ളിൽ കാര്യങ്ങൾക്ക് കൃത്യമായ മാറ്റം വന്നില്ലെങ്കിൽ, വഖഫ് ബോർഡിൻ്റെ ആ ക്ലെയിം തീർത്ത് അവരെ സ്വതന്ത്രരാക്കിയില്ല എങ്കിൽ, നേരത്തെ അവർക്കുണ്ടായിരുന്ന പൂർണ്ണ അവകാശ അധികാരങ്ങളൊക്കെ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ, 6 മാസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ, അത് ഈ കേരളക്കരയിലേക്ക് പടരും. വഖഫ് മുനമ്പം വാട്സാപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിടാനൊന്നും പോകുന്നില്ല എന്ന് നിങ്ങൾ അറിയണം. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം സോഷ്യൽ മീഡിയയെ ഇളക്കുക എന്നാണ്. സോഷ്യൽ മീഡിയയുടെ വിജയമാണ് ഇത്, ചെറുപ്പക്കാരുടെ വിജയമാണ്. അത് KCYM ഉണ്ട്, അതിൽ ക്രോസ് ഉണ്ട്, കാസയുണ്ട്, പലരുണ്ട്, വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പ്രത്യയശാസ്ത്രങ്ങളുള്ളവരൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ എല്ലാവരും ഒന്നിച്ചു വന്നത് ഒരൊറ്റ കോസാണ്, ചെറായി മുനമ്പം ജനത്തിൻ്റെ കോസ്. മാത്രമല്ല
ഈ ഒരു പ്രശ്നത്തിലൂടെ പ്രതിസന്ധിയിലായിട്ടുള്ള ആകാൻ പോകുന്ന ഇന്ത്യയിലെ അനേകം മനുഷ്യരെക്കുറിച്ചുള്ള കരുതൽ. അതുകൊണ്ട് ഈ ഭേദഗതി എന്ന ആ ഒരു ആശയത്തിനു വേണ്ടി ഇനിയും തുടർന്ന് തന്നെ ഈ വഖഫ് മുനമ്പം വാട്സാപ്പ് ഗ്രൂപ്പ് മുന്നോട്ട് പോകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് അച്ഛാ. ഈ മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയമില്ല, അത് കേവലം മനുഷ്യരുടെ ഒരു വിഷയമാണ്. അവിടെ താമസിക്കുന്ന ഒരു 600 കുടുംബങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഈ ഒരു വഖഫ് വിഷയത്തിൽ ആണ്. അതിൽ വളരെ പ്രവാചക ധീരതയോടെ പ്രവാചക ശബ്ദമായാണ് ജോഷി അച്ഛൻ മുന്നിട്ട് ഇറങ്ങിയത് തന്നെ. ആ മുനമ്പം ജനതയ്ക്ക് ഒരുപാട് നന്ദി അച്ഛനോട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ അച്ഛൻ ഒറ്റയ്ക്ക് അച്ഛൻ്റെ ദീപികയിൽ വന്ന 2 ലേഖനങ്ങളാണ് കേരള മനസാക്ഷിയെ തന്നെ ഉണർത്തിയത്. ഇത്രമാത്രം ഒരു അനീതി അവിടെ നടക്കുന്നു എന്ന് ഉണർത്തിയത് തന്നെ അച്ഛൻ്റെ ദീപികയിൽ വന്ന 2 ലേഖനങ്ങളാണ്. മാധ്യമങ്ങളും ഇതിനകത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തതും അതിലൂടെ തന്നെയാണ്. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അച്ഛനെ നേരുകയാണ്. Thank you.